അസ്സലാമു ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരടിപൊളി ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരുമ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം ഞാൻ ഇതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. എനിക്ക് ഫ്രഷായിട്ടുള്ളത് വാങ്ങാൻ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ അത് മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. തിളച്ച വെള്ളം ഇതിൽ മുങ്ങാൻ പാകത്തിന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വരെ ഇതേ വെള്ളത്തിലിട്ട് അങ്ങനെ വെക്കാം. ഇനി നമുക്കിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഓരോന്നായി മാറ്റാം. അപ്പോൾ ആ പാത്രത്തിലും കൂടി തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പാത്രത്തിലും കൂടി ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 പ്രാവശ്യം ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ പുതുക്കളും പ്രാണികളൊക്കെ പോയി കിട്ടും. അപ്പം ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി അത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല അതും കൂടി ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഗരം മസാല പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി വിനാഗിരി 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. ഒരു മുട്ട എടുത്ത് ഉടച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി കൈവച്ച് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് മൈദ മാവ്, 1/4 കപ്പ് കോൺഫ്ലോർ പൊടി പൗഡർ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ബാക്കിയുള്ള മുമ്പ് നമ്മൾ മാഗ്നറ്റ് ചെയ്ത് വെച്ചാൽ അതിനൊക്കെ ഉപ്പിട്ടതുകൊണ്ട് ഇതിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച്
ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് ലൂസ് പരുവത്തിലായിരിക്കണം. ഏകദേശം നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു കൂട്ടായിരിക്കണം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ. ഇതുപോലെ ഈ ഒരു ഇതിലായിരിക്കണം നമ്മുടെ ബാറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറിൽ കഴിഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂറിൽ അധികമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാറ്ററിലേക്ക് നമുക്ക് കോളിഫ്ലവർ മിക്സ് ആക്കിയത് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആ സമയത്ത് ഇതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിൽ ആക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് വേകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു വശം ഏകദേശം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കോളിഫ്ലവറിൻ്റെ കൂട്ടും കൂടി ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മറുവശം കൂടി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് അതും കൂടി 5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. സോസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്തത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മതിയാവും. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഞാൻ 1/4 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ മാറുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കാം. വെള്ളം കൂട്ടി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം അടുത്തത് നോക്കാം. അപ്പം ഞാൻ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത്. അത് നല്ലപോലെ ചൂടായതിന് ശേഷം നേരത്തെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്ക് അടുത്തത് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി കൂടുതലായിട്ട് ബ്രൗൺ നിറമായിട്ട് വരേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് വാടുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ ബാക്കിയുള്ള കൂട്ടിനെല്ലാം ഉപ്പ് ചേർത്തതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ക്യാപ്സിക്കം, ഇതിപ്പോൾ 1 ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് ചെറുതായി വാട്ടിയെടുക്കുക. ചെറുതായി ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ചെറുതായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി വേണ്ടാന്നുള്ളവർക്ക് ഇത് ഒഴിവാക്കാം. ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റാം. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോസ് ഇതൊക്കെ ചേർത്തുണ്ടാക്കിയ ആ കൂട്ടും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് കട്ടിയായി കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഈ സമയത്ത് കളറ് ചേർക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് കളറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കളറ് ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. ഇതിൻ്റെ ഗ്രേവി ഈ ഒരു രൂപത്തിലായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 8 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അത്യാവശ്യം എരിവും പുളിയൊക്കെയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മെല്ലെ മെല്ലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി കൂടിയാണിത്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.